നരേന്ദ്രമോദി സർക്കാരിന്റെ മാവോയിസ്റ്റ് വിരുദ്ധ നടപടി പ്രകീർത്തിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനത്തിലാണ് തരൂരിന്റെ പ്രശംസ. മാവോയിസ്റ്റ് വെല്ലുവിളി നേരിടാൻ കെൽപ്പുണ്ടെന്ന് ഭാരതം ഇപ്പോൾ തെളിയിച്ചതായും സുരക്ഷയും വികസനവും സമന്വയിപ്പിച്ചുള്ള സമഗ്രമായ തന്ത്രം മോദി സർക്കാർ നടപ്പിലാക്കിയെന്നും തരൂർ പ്രശംസിക്കുന്നു. കോൺഗ്രസിൽ നിന്നുമുള്ള എതിർപ്പുകൾ ശക്തമാകുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിക്കുന്ന നിലപാട് തുടരുകയാണ് ശശി തരൂർ. കേന്ദ്ര സർക്കാരിന്റെ മാവോയിസ്റ്റ് വിരുദ്ധ നടപടികളെ പ്രശംസിച്ചാണ് ഇത്തവണ തരൂർ രംഗത്തെത്തിയിട്ടുള്ളത്. മാവോയിസ്റ്റ് വെല്ലുവിളികൾ നേരിടാൻ കെൽപ്പുണ്ടെന്ന് ഇന്ത്യ ഇപ്പോൾ തെളിയിച്ചതായി തരൂർ പറയുന്നു. 2013 126 ജില്ലകളിലായി വ്യാപിച്ചു കിടന്ന റെഡ് കോറിഡോർ കഴിഞ്ഞ വർഷത്തോടെ വെറും 11 ജില്ലകളിലേക്ക് ചുരുങ്ങി. കലാപത്തിന്റെ കാരണങ്ങളെയും പ്രത്യാഘാതങ്ങളെയും കൃത്യമായി തിരിച്ചറിഞ്ഞുള്ള സസൂക്ഷ്മവും സമഗ്രവുമായ തന്ത്രമാണ് ഇന്ത്യൻ സർക്കാർ ആവിഷ്കരിച്ചതെന്നും തരൂർ ലേഖനത്തിൽ പുകഴ്ത്തുന്നു. മാവോയിസ്റ്റ് ഭീഷണി ഇല്ലായ്മ ചെയ്യാൻ UPA സർക്കാർ തുടക്കമിട്ട നടപടികൾക്ക് 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ ആക്കം കൂട്ടി. സുരക്ഷയും വികസനവും സമന്വയിപ്പിച്ചിട്ടുള്ള സമഗ്രവും ബഹുമുഖവുമായ ഒരു തന്ത്രം മോദി സർക്കാർ നടപ്പിലാക്കി. സുരക്ഷാ രംഗത്ത് പോലീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സർക്കാർ വലിയ നിക്ഷേപം നടത്തി. ആധുനിക ആയുധങ്ങൾ, മികച്ച ആശയവിനിമയ ഉപാധികൾ, വനയുദ്ധത്തിനും കലാപങ്ങളെ നേരിടുന്നതിനുമുള്ള പ്രത്യേക പരിശീലനം എന്നിവ നൽകി. സർക്കാരിന്റെ ഉരുക്കുമുഷ്ടിക്കൊപ്പം വികസനത്തിന്റെ സ്വാന്തന സ്പർശവും കൂടി ഉണ്ടായതോടെയാണ് പദ്ധതി വിജയം കണ്ടത്. ഹൃദയങ്ങളും മനസ്സുകളും കീഴടക്കിയാണ് സർക്കാർ ഇത് സാധ്യമാക്കിയതെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നു. ജനം, ഡൽഹി.